നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2024 പൊതു തെരഞ്ഞെടുപ്പിന് BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കാര്യങ്ങൾ കേന്ദ്ര നേതൃത്വം തന്നെ നേരിട്ടാണ് നടത്തുന്നത്. കാരണം ഇതുവരെയുള്ള കാലം വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ സംസ്ഥാന ഘടകത്തിൽ കേന്ദ്ര നേതൃത്വത്തിന് വിശ്വാസം പോരാ. അതുകൊണ്ട് തന്നെയാണ് പലവട്ടം തൃശ്ശൂരായാലും തിരുവനന്തപുരത്തും കേരളം മുഴുവനും BJPയുടെ പ്രധാനപ്പെട്ട കേന്ദ്ര നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി തന്നെ അടുത്തടുത്ത് 2 തവണ എത്തി. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ബൂത്ത് തലത്തിൽ സജ്ജമാകാൻ അണികളെ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് പ്രധാനമന്ത്രി. BJPയുടെ താഴെ തട്ടിൽ ബൂത്തുകളുടെ ചുമതല വഹിക്കുന്ന ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ സമ്മേളനമാണ് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. സംസ്ഥാനത്തൊട്ടാകെയുള്ള 7000 ശക്തി കേന്ദ്രം ഇൻചാർജുമാരാണ് സമ്മേളനത്തിന് എത്തിയത്. പ്രവർത്തകർ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇതുപോലെ മഹാസമ്മേളനങ്ങൾ നടക്കുന്നത് അതുകൊണ്ടാണെന്നും മോദി പ്രശംസിച്ചു. 17 ദിവസം മുമ്പ് തൃശ്ശൂരിലെത്തിയപ്പോൾ വലിയ ഒരു സ്വീകരണമാണ് ലഭിച്ചത്. കൊച്ചിയിലെ റോഡ് ഷോയിൽ കേരളക്കരയുടെ സ്നേഹം ഏറ്റുവാങ്ങി. കഴിഞ്ഞ ദിവസം തൃപ്രയാർ ക്ഷേത്ര ദർശനത്തിലും ആയിരങ്ങൾ കാത്തുനിന്നു. കേരളത്തിന് തന്നോടുള്ള സ്നേഹം അളവറ്റതാണെന്ന് ഇത് കാട്ടിത്തരുന്നു എന്നാണ് മോദി പറഞ്ഞത്. ബൂത്ത് തലത്തിലുള്ളവർ ഓരോ വോട്ടർമാരെയും നേരിൽ കാണണം. കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് നൽകുന്ന ഓരോ സേവനവും എന്തെല്ലാമെന്ന് വീടുകൾ കയറി പറയണം. പദ്ധതി ഗുണഭോക്താക്കളെ കാണണം. അവരുടെ പട്ടിക തയ്യാറാക്കണം. ശക്തി കേന്ദ്ര പ്രവർത്തകർ ജനങ്ങളുമായി എപ്പോഴും സമ്പർക്കത്തിലായിരിക്കണം. ബൂത്ത് പ്രവർത്തനങ്ങളിൽ പാളിച്ചയുണ്ടാവരുത്. ബൂത്തിൽ ജയിച്ചാൽ കേരളത്തിലും ജയിക്കുമെന്ന് മോദി പറഞ്ഞു. ഗരീബി ഘടാവോ എന്ന കോൺഗ്രസ് മുദ്രാവാക്യം ദശാബ്ദങ്ങൾ അധികാരത്തിലിരുന്നിട്ടും അവർ നടപ്പാക്കിയില്ല. അതേസമയം കേരള രാഷ്ട്രീയത്തെപ്പറ്റി BJP യോഗത്തിൽ മോദി ഒന്നും പറഞ്ഞില്ല. BJPയുടെ ബൂത്ത് തല ശക്തി കേന്ദ്ര ഇൻചാർജന്മാരുടെ യോഗത്തിലായിരുന്നു മോദിയുടെ വ്യത്യസ്തമായ നിലപാട് കണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം. തെരഞ്ഞെടുപ്പിൽ BJPയെ വിജയിപ്പിക്കണം, അതിനുവേണ്ടി പ്രവർത്തകർ ഊർജിതമായി താഴെത്തട്ടിലേക്ക് ഇറങ്ങണം എന്നായിരുന്നു മോദിയുടെ ആവശ്യം. ഒരു വട്ടം പോലും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെയോ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിക്കാനോ പരാമർശിക്കാനോ അദ്ദേഹം തയ്യാറായില്ല. പകരം BJP സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ മാത്രം വിവരിക്കാനാണ് ശ്രദ്ധിച്ചത്.